സലീജ് കൊടുക്കായി. സൂപ്പർ. താങ്ക് യു. ഇങ്ങനെ യാഹൂ എന്ന് വിളിച്ചാ കണ്ണൂരിന്ന് അച്ഛനമ്മയൊക്കെ ഓടി വരും എന്റെ മോനെന്താ പറ്റിയെന്ന് ചോദിക്കാനായിട്ട്. അയ്യോ ടു ഗുഡ്. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. നമ്മളൊക്കെ ശരിക്കും യു ടുക്ക് us to another world. സൂപ്പർ. അതിന്റെ കൂടെ ഓർക്കസ്ട്രയും അടിച്ചു പൊളിച്ചു ശരിക്കും. ഹാപ്പിയാണോ സലീജ് പാടിക്കഴിഞ്ഞിട്ട്? ഓക്കെ. ചേച്ചി. സലീജ് അടിച്ചു പൊളിച്ചു. സത്യമായിട്ട് പറയട്ടെ, ആദ്യത്തെ യാഹു കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഭഗവാനെ ബാക്കി പാടാൻ പറ്റുമോ, ശബ്ദത്തിനൊന്നും പറ്റരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ അലച്ചു വിളിച്ച് ഇങ്ങനെ അലറിക്കഴിഞ്ഞാൽ ശബ്ദം ബാക്കി പാടണ്ടേ. ശരിക്കും ഞാൻ പേടിച്ചു പോയി കേട്ടോ. നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആകെ ആൾ വളരെ ലൈവ്ലി ആയിരുന്നു സ്റ്റേജിൽ, വളരെ എനർജറ്റിക്. എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം കുറേ അവിടെ നിന്ന് കുറച്ച് എനർജി കിട്ടിയതുപോലെ. പിന്നെ എനിക്ക് തോന്നിയ സ്ഥലങ്ങൾ ചരണത്തിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ റിപ്പീറ്റ് വരുന്നില്ലേ, ആ റിപ്പീറ്റ് വരുന്ന സ്ഥലത്ത് എനിക്കൊരു സംശയം, താളവും കുറച്ച് വലിഞ്ഞൊരു സംശയിച്ച പോലെ തോന്നി. അങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒറിജിനൽ അങ്ങനെയാണോ? അത് ആദ്യത്തെ ചരണത്തിൽ, സെക്കൻഡ് ചരണം അല്ല, ഫസ്റ്റ് ചരണം ആദ്യത്തെ 2 വരി പാടിയിട്ട് അത് റിപ്പീറ്റ് വരില്ലേ? അപ്പൊ ഓർക്കസ്ട്രക്കാരൊക്കെ ഒന്ന് വോളിയം പെട്ടെന്ന് ലെവൽ. ഒറിജിനൽ അങ്ങനെയാണോ? ഇല്ല, ലൈവിൽ അങ്ങനെയാണ്. ശരി. ഇപ്പൊ ഇത് എന്ത് കേട്ടാണ് പഠിച്ചത് സലീജ്? ഒറിജിനൽ കേട്ടാണ് പഠിച്ചത്. ശരി. എനിക്ക് അവിടെ കുറച്ച് താളം വലിയുന്നതായിട്ടും തോന്നി കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഹം പ്യാർ കെ തൂഫാനോ എന്ന് പാടുന്നില്ലേ അവിടെ, ഹം പ്യാർ, ആ നോട്ടൊന്ന് പറയാൻ ഏതാണെന്ന്? പ്യാർ കെ തൂഫാൻ, പ്യാർ കെ തൂഫാനോ മേ ഗിരേ ഹം പ്യാർ, അത്രയല്ലേ ഉള്ളൂ. സലീജ് പാടി എല്ലാ സ്ഥലത്തും അത് കുറെ കൂടെ ഷാർപ്പായിട്ടാണ് തന്നിരുന്നത്. അത് ശ്രദ്ധിച്ചു പോയിക്കോളൂ, കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു. ആണോ? ഓക്കെ, വലിയതായതാണ്. ശരി ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശരി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചെറുതാണോ വരുന്നത്, അപ്പം ഷാർപ്പായിട്ട് പാടിയതാണോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി പെർഫോമൻസ് എല്ലാം എനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. താങ്ക് യു. ജെൻസേച്ചി. സലീജ് എന്ത് രസമായിരുന്നു ശരിക്കും. ഞാനറിയാതെ കൈയടിച്ചു പോയി. വളരെ നന്നായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല എനർജി ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാസിയേട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു സലീജ്. ടോട്ടൽ ഒരു നന്നായിട്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പിന്നെ വോളിയം ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, കൊള്ളാം. താങ്ക് യു. മാർക്സ് എത്രയെന്ന് അറിയാം അല്ലേ സലീജ്? ചേച്ചി ഔട്ട് ഓഫ് 40? 32 out of 40. ജെൻസേച്ചി 22 out of 30. ജാസിയേട്ടാ 23 out of 30. സലീജ് അടിച്ചു കലക്കിയില്ല. അയ്യോ, സലീജിന്റെ ഹിന്ദി ഓൾഡ് സോങ് റൗണ്ടിൽ യു സ്കോർഡ് 77 മാർക്സ്.